വെൽക്കം ടു ഇൻഡസ് ടോക്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICDയിലെ ഡിസീസസ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എ പേഷ്യൻ്റ് വിത്ത് COPD ഈസ് അഡ്മിറ്റഡ് ഡ്യൂ ടു സ്ട്രെപ്റ്റോകോക്കൽ ബ്രോങ്കൈറ്റിസ്. ഇവിടെ പേഷ്യൻറ്റിന് COPD ഉണ്ട്, പക്ഷേ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്താണ്? സ്ട്രെപ്റ്റോകോക്കൽ ബ്രോങ്കൈറ്റിസ് ആണ്. ഓക്കെ, അതുകൊണ്ട് എൻകൗണ്ടർ എന്താണോ അത് ആദ്യം കോഡ് ചെയ്യുക. ഇവിടെ എൻകൗണ്ടർ സ്ട്രെപ്റ്റോകോക്കൽ ബ്രോങ്കൈറ്റിസ് ആയതുകൊണ്ട് അതിൻ്റെ കോഡ് J20.2 ആദ്യം കോഡ് ചെയ്യുക. അതിനുശേഷം J44.0, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിത്ത് അക്യൂട്ട് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. A patient admitted with acute streptococcal bronchitis with exacerbated COPD. ഇവിടെ എൻകൗണ്ടർ എന്താണ്? സ്ട്രെപ്റ്റോകോക്കൽ ബ്രോങ്കൈറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോഡ് J20.2 ആദ്യം കൊടുക്കുക. ഈ സ്ട്രെപ്റ്റോകോക്കൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് J44.0 രണ്ടാമതായിട്ട് കൊടുക്കുക, അതായത് COPD വിത്ത് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഇനി ഇവിടെ എക്സാസെർബേഷൻ ഓഫ് COPD പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മൂന്നാമതായിട്ട് J44.1, അതായത് എക്സാസെർബേഷൻ ഓഫ് COPDയുടെ കോഡ് കൊടുക്കുക. എ പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് അഡിനോവൈറൽ ന്യൂമോണിയ ആൻഡ് ഇറ്റ് സബ്സിക്വൻ്റ്ലി ഡെവലപ്ഡ് ടു അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇവിടെ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണ്? അഡിനോവൈറൽ ന്യൂമോണിയ ആണ്. അതുകൊണ്ട് നമുക്ക് അത് ഫസ്റ്റ് കൊടുക്കുക. രണ്ടാമത് സബ്സിക്വൻ്റ്ലി ഡെവലപ്ഡ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് റെസ്പിറേറ്ററി ഫെയിലിയറിൻ്റെ കോഡായിട്ടുള്ള J96.00 കൊടുക്കുക. എ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഡ്യൂ ടു എക്സാസെർബേഷൻ ഓഫ് COPD. ഇവിടെ പേഷ്യൻ്റ് എന്തായിട്ടാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ഹൈപ്പോക്സിക് റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടാണ്. അതിൻ്റെ കാരണം എന്താണ്? എക്സാസെർബേഷൻ ഓഫ് COPD. ഓക്കെ, ഇവിടുത്തെ എൻകൗണ്ടർ റെസ്പിറേറ്ററി ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് J96.01 ആദ്യം കോഡ് ചെയ്യാം, അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ വിത്ത് ഹൈപ്പോക്സിമിയ. ഇനി രണ്ടാമതായിട്ട് J44.1 കോഡ് ചെയ്യുക, അതായത് COPD വിത്ത് എക്സാസെർബേഷൻ. A 52-year-old patient admitted with acute respiratory failure due to accidental oxycodone overdose. ഇവിടെ എൻകൗണ്ടർ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്, പക്ഷെ അതിൻ്റെ റീസൺ എന്താണ്? ആക്സിഡൻ്റൽ ഓക്സിക്കോഡോൺ ഓവർഡോസ്, അതായത് പോയിസണിങ് ഓഫ് ഓവർഡോസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോയിസണിങ് വരാണ് എന്നുണ്ടെങ്കിൽ അത് ആദ്യം വേണം കോഡ് ചെയ്യാൻ, അതിനുശേഷമേ അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്താണോ കണ്ടീഷൻ അത് കോഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പോയിസണിങ്ങിന് ഒരു സീക്വൻസിങ് പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്ത് കോഡ് ചെയ്യാം? പോയിസണിങ്ങിൻ്റെ കോഡായിട്ടുള്ള T40.2X1A, അതായത് ആക്സിഡൻ്റൽ പോയിസണിങ് അതർ ഒപ്പിയോയിഡ് ഇനീഷ്യൽ എൻകൗണ്ടർ. രണ്ടാമത് റെസ്പിറേറ്ററി ഫെയിലിയറിൻ്റെ കോഡായിട്ടുള്ള J96.00 കൊടുക്കുക. എ പേഷ്യൻ്റ് ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് ഇൻഫ്ലുവൻസ ഡ്യൂ ടു ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് വിത്ത് ന്യൂമോണിയ. ഇവിടെ നമുക്ക് ആൻസർ വരാം J09.X1, അതായത് ഇൻഫ്ലുവൻസ ഡ്യൂ ടു ഐഡൻറ്റിഫൈഡ് നോവൽ ഇൻഫ്ലുവൻസ എ വൈറസ് വിത്ത് ന്യൂമോണിയ. ഇവിടെ എന്താണ്? നമുക്ക് കോമ്പിനേഷൻ കോഡ് ഉണ്ട്, ന്യൂമോണിയയും കൂടെയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ കോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് കോഡ് ചെയ്താൽ മതി. സെപ്പറേറ്റ്ലി നമ്മൾ ന്യൂമോണിയയുടെ കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. The physician has documented the following diagnosis for his elderly patient: COPD with emphysema, congestive heart failure, hypertension, atrial fibrillation. ഇവിടെ പേഷ്യൻറ്റിന് COPD വിത്ത് എംഫൈസിമ ഉണ്ട്. എംഫൈസിമ എന്ന് പറയുമ്പോൾ അതൊരു ക്രോണിക് ലങ് കണ്ടീഷൻ ആണ്. പിന്നെ COPDയുടെ അണ്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ COPD വിത്ത് എംഫൈസിമയ്ക്ക് നമുക്ക് കോഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ J44.89 കോഡ് ചെയ്യാം, അതായത് അതർ സ്പെസിഫൈഡ് COPD. ഇനി രണ്ടാമതായിട്ട് J50.9 കൊടുക്കാം, അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൻ്റെ കോഡ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ കോഡായിട്ടുള്ള I10 കൊടുക്കുക. ഇവിടെ രണ്ടും റിലേറ്റഡ് അല്ല, അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറും ഹൈപ്പർ ടെൻഷനും റിലേറ്റഡ് അല്ല. ഇനി റിലേറ്റഡ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കോഡ് ഉണ്ടായിരുന്നു, ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഫെയിലിയറിൻ്റെ കോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്കത് സെപ്പറേറ്റ്ലി കോഡ് ചെയ്യാം, അതായത് ഇപ്പോൾ I50.9 കൊടുത്തു, പിന്നെ I10 കൊടുത്തു, അതിനുശേഷം I48, അതായത് ആട്രിയൽ ഫിബ്രിലേഷൻ്റെ കോഡ് കൊടുക്കുക.
A patient is seen for acute exacerbation of her chronic bilateral frontal sinusitis. She is exposed to tobacco smoke in her workplace. What are the appropriate ICD codes? ഇവിടെ പേഷ്യൻറ്റിന് ക്രോണിക് ബൈലാറ്ററൽ ഫ്രണ്ടൽ സൈനസൈറ്റിസ് ആണ്. ടാബുലാർ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ക്രോണിക് ഫ്രണ്ടൽ സൈനസൈറ്റിസിന് കോഡ് ഉണ്ട്, പക്ഷെ ബൈലാറ്ററൽ എന്നവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മാത്രമല്ല നമുക്ക് അതർ സ്പെസിഫൈഡിന്റെ കോഡും അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് J32.1 അതായത് ക്രോണിക് ഫ്രണ്ടൽ സൈനസൈറ്റിസിന്റെ കോഡ് കൊടുക്കാം. അതുകൂടാതെ ഒക്യുപേഷണൽ എക്സ്പോഷർ ടു ടുബാക്കോ സ്മോക്കും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് Z57.31 occupational exposure of environmental tobacco ആ കോഡും കൂടെയും കൊടുക്കുക. A 56-year-old male patient was admitted to the intensive care unit with ARF അതായത് acute respiratory failure and placed on the mechanical ventilation. After being on the ventilator for 5 days, the patient developed pneumonia. Sputum culture results confirmed methicillin-resistant Staphylococcus aureus as the causative organism. The physician also documented ventilator-associated pneumonia. ഇവിടെ പേഷ്യൻറ്റിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ARF ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 5 ഡേയ്സിന് ശേഷം പേഷ്യൻറ്റിന് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തു, സ്പറ്റം കൾച്ചർ ചെയ്തു, MRSC പോസിറ്റീവ് ആണ്. പിന്നെ ഫിസിഷ്യൻ ഓൾസോ ഡോക്യുമെന്റഡ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയുടെ കോഡ് J95.851 കൊടുക്കാം. രണ്ടാമത് കോസൽ ഓർഗാനിസം ഏതാണോ അത്, അതായത് ഇവിടെ MRSC ആണ്, അതുകൊണ്ട് B95.62 കൊടുക്കുക. ഈ കേസിൽ നമ്മൾ ന്യൂമോണിയയുടെ കോഡ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആണ്. അതിന്റെ കോഡ് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ J12 മുതൽ J18 വരെയുള്ള കോഡിന്റെ ആവശ്യമില്ല. Code J95.851 should not be assigned for cases where the patient has pneumonia and is on a mechanical ventilator. പേഷ്യൻറ്റിന് ന്യൂമോണിയ ഉണ്ട്, അത് കാരണം ഇപ്പോൾ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ പേഷ്യൻറ്റിനെ പ്ലേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ J95.851 കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പേഷ്യൻറ്റിന് ന്യൂമോണിയ ഉണ്ട്, അത് കാരണമാണ് വെന്റിലേറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെന്റിലേറ്ററിൽ കിടന്നത് കാരണമല്ല ഇവിടെ ന്യൂമോണിയ വന്നിട്ടുള്ളത്. If a patient admitted with a type of pneumonia subsequently develop VIP, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ന്യൂമോണിയ ആയിട്ട് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു, അതിനുശേഷം എന്തായിരിക്കും? പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ കാരണമായിട്ട് സബ്സിക്വൻ്റ്ലി ആയിട്ടാണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏതാണോ എൻകൗണ്ടറിന് സമയത്ത് ന്യൂമോണിയ ഏത് ടൈപ്പ് ആയിരുന്നോ അത് കോഡ് ചെയ്യാം, J12 മുതൽ J18 കാറ്റഗറിയിൽ നിന്ന്. ഇനി രണ്ടാമതായിട്ട് J95.851 സബ്സിക്വൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയുടെ കോഡ്. Thank you for watching. Don't forget to like, share and subscribe for more amazing content.